ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നല്ല യമ്മി ആയിട്ടുള്ള റെഡ് സോസ് പാസ്തയാണ്. അതിന് വേണ്ടിയിട്ട് 250 grams ഓഫ് ചിക്കൻ, അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. മിക്സ് റെഡി. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം. 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ ബട്ടർ, 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1.5 ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ 2 സ്ലൈസ് ചീസും, പിന്നെ 1/2 ലിറ്റർ പാലും കൂടെ വേണം കേട്ടോ. പിന്നെ 2 നല്ല പഴുത്ത തക്കാളി എടുക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ ഒരു പാൻ വെക്കുക. നന്നായിട്ട് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഓയിൽ ചേർക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ നല്ല സോഫ്റ്റ് ആവുന്നവരെ ഫ്രൈ ചെയ്യുക. ഇനി നമുക്ക് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 250 ഗ്രാം പാസ്ത ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ ഓയിൽ, 1 ടീസ്പൂണ് പോരാ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ട് പാസ്ത നന്നായിട്ട് കുക്ക് ചെയ്യുക. ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് 3 ചോപ്പ് ചെയ്ത ഗാർലിക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ടൊമാറ്റോ പേസ്റ്റ് ഇല്ലേ, അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലെ വെള്ളം നന്നായിട്ട് വറ്റി വരുന്നവരെ കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അതിലെ വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാനിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. പിന്നെ മൈദയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ബട്ടറും മൈദയും നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് പാൽ ഒഴിക്കുക. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വരണം, സോസ് ഫോമിലെത്തണം. അപ്പോൾ അതുവരെ നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും പാസ്ത നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചീസ് സ്ലൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ സോസ് നല്ല തിക്കാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാനിവിടെ മിൽക്കി മിസ്റ്റ് ഫില്ലർ ചീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സോസിലേക്ക് ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു സമയത്ത് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ്, കെച്ചപ്പും ടൊമാറ്റോയും കൂടെ മിക്സ് ചെയ്ത് അടിച്ച് വെച്ചിട്ടുള്ള ഈ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോസിന് നല്ലൊരു റെഡ് കളർ കിട്ടും. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു റെഡ് കളറിലായിട്ട് നമ്മുടെ സോസ് വരും. ടൊമാറ്റോ ആൻഡ് കെച്ചപ്പ് പേസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്ന രീതിയിൽ സോസ് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു കളറിലേക്ക് സോസ് ഇങ്ങനെ മാറും. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോസിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കുക. ഓരോ ബാച്ചസ് ആയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പാസ്ത കംപ്ലീറ്റ് ആയിട്ട് ഈ സോസിൽ സോക്കാവുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഒരുപാട് പാസ്തയും കുറച്ച് സോസും ആയി പോകാൻ പാടില്ല. എപ്പോഴും സോസിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം. സോസ് കംപ്ലീറ്റ് ആയിട്ട് മൂടുന്ന രീതിയിലാവണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെഡ് സോസ് പാസ്ത. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.